ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീട്ടില് വായുസഞ്ചാരമുള്ള ഏറ്റവും നല്ല മുറികളില് ഒന്നിതാ. അതിന് ഇന്നു മുതലേ ഞങ്ങൾ ഈ മുറിയിലേക്ക് താമസം മാറുക. അയ്യോ, അപ്പൊ ഞങ്ങളോ? ഞാനും മോളും എവിടെ പോയി കിടക്കും? പഴങ്ങഞ്ഞിക്കടയില് അമ്മ വിഷം കലക്കിയെന്ന് മുത്തശ്ശി സത്യങ്ങളും പറഞ്ഞതോ? ഇല്ല മോളെ, അമ്മ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. മോൾക്ക് അമ്മ അറിയില്ലേ? അമ്മ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന മോക്ക് തോന്നുന്നുണ്ടോ? എങ്കി അമ്മ എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന്. സത്യം ചെയ്യമ്മേ. മോളെ, മോളെ, അമ്മേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്ക്. ശിശിരാന്റിയുടെ കല്യാണത്തിന് നമ്മളെന്താ പോവാതിരുന്നേ? വിളിക്കാത്ത കല്യാണത്തിന് നമ്മൾ എങ്ങനെയാ പോവാ? അതെന്താ വിളിക്കാഞ്ഞേ? അതൊക്കെ കുറച്ച് കഴിയുമ്പോ അമ്മ മോക്ക് പറഞ്ഞു തരാം. ഇപ്പൊ മോക്കത് മനസ്സിലാവില്ല. അപ്പോ അവരിന്ന് കിടക്കുന്നത് നമ്മളെ വീട്ടിലാണോ? പിന്നല്ലാതെ, ഇത് ശിശിരാന്റിയുടെ കൂടെ വീടല്ലേ. അതെ, ഇനി വർത്താനം പറഞ്ഞിരുന്ന ലേറ്റ് ആവും. കിടന്നേ. ഇതെന്താ ഇത്? പാതിരാത്രി ഇതെല്ലാം കൂടി വാരിക്കിട്ട് എങ്ങോട്ട് പോവാ? ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇത് രാജീവേട്ടന്റെ ഡ്രസ്സാ. അല്ല, അതെന്തിനാ ഞങ്ങളുടെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നെ? ചേച്ചിയുടെ റൂമിൽ അലമാര ഉണ്ടല്ലോ. എന്റെ മുറിയെ വളരെ ചെറുതല്ലേ, അവിടെ ഇതൊന്നും വയ്ക്കാനുള്ള സൗകര്യമില്ല. രാജീവേട്ടനാണെങ്കിലേ മുറിയിൽ എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും ഒക്കെ വേണം. ഈ വീട്ടില് വായുസഞ്ചാരമുള്ള ഏറ്റവും നല്ല മുറികളില് ഒന്നിതാ. അതിന് ഇന്നു മുതലേ ഞങ്ങൾ ഈ മുറിയിലേക്ക് താമസം മാറുക. അയ്യോ, അപ്പൊ ഞങ്ങളോ? ഞാനും മോളും എവിടെ പോയി കിടക്കും? ദേ, മോളാണെങ്കി ഉറങ്ങാൻ കിടന്നു. അതൊന്നും സാരമില്ല. അല്ല, അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ മോളെയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നേ? മോളെയും കൂട്ടി ഗോകുലിന്റെ മുറിയിൽ പോയി കിടക്ക. ഏയ്, അതൊന്നും വേണ്ട. ഞാനും മോളും സാധാരണ ഇവിടെയല്ലേ കിടക്കുന്നേ. ഞങ്ങൾക്ക് ഈ മുറി തന്നെ മതി. ദേ, കണ്ണകന്ന മനസ്സകന്നാ പറയാ. ഇങ്ങനെ ദൂരെ മാറി കിടന്നു കിടന്നാ ഇപ്പൊ എന്നും ഇങ്ങനെ രണ്ട് മുറി കിടക്കേണ്ടി വരുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അവന്റെ മുറിയിലേക്ക് കയറാൻ ഇതൊരു നല്ല ചാൻസാ. അതുകൊണ്ട് നീ മോളെയും കൂട്ടി അവന്റെ മുറിയിലേക്ക് മാറിക്കോ. ദേ, ഒന്നിങ്ങോട്ട് വന്നേ, വാ. പ്ലീസ് അമൃതേ, പറ്റില്ലെന്ന് പറയരുതേ. ഞങ്ങള് ലൈഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ദൈവത്തെ ഓർത്ത് പ്ലീസ്. ഇനി ആലോചിക്കാനൊന്നും സമയമില്ല. രാജീവേട്ടൻ ഇപ്പൊ വരും. എനിക്കിവിടെ കുറെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ തന്നെ നാളെ എല്ലാം മാറ്റിത്തരാം. ഞാനൊരു ചെറിയ മണിയറ ഒരുക്കട്ടെ. മോളെ, അമ്മയും വിളിച്ച് അച്ഛന്റെ മുറിയിൽ പോയി കിടക്ക. ചെല്ലേ. ഞാനേ ഈ കിടക്കയിൽ വിരിക്കാൻ കുറച്ച് മുല്ലപ്പൂക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പോയത് എടുത്തോണ്ട് വരട്ടെ. അപ്പോഴേക്ക് നീ മോളെയും കൊണ്ട് ഗൂഗിളിന്റെ മുറിയിലേക്ക് മാറണേ പ്ലീസ്. ചേച്ചി, അമ്മേ, നമ്മൾ ഇന്നു മുതൽ അച്ഛന്റെ റൂമിലാണ് കിടക്കുന്നത്. ഇന്ന് നിനക്കുള്ള എല്ലാ സമ്പത്തുകളും നീ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും എല്ലാം
എല്ലാം സേതുവേട്ടനെ കുടുംബത്തെ ചതിച്ച് നീ നേടിയതാ. നെഞ്ചു പൊട്ടി മരിച്ച സേതുവേട്ടന്റെ ആത്മാവ് നിന്നോട് ഒരിക്കലും പൊറുക്കത്തില്ല. ചിപ്പി, ചിപ്പി മോളെ, മോളെ, എന്തിനാ എന്റെ കുഞ്ഞിങ്ങനെ കിടന്ന് കരയുന്നേ? ഇങ്ങി വന്നേ, അമ്മ പറയട്ടെ. വേണ്ട, അമ്മ എന്നെ തൊടണ്ട, എനിക്ക് പേടിയാ. മോളെ, നീ എന്തായി പറയുന്നേ? അവര് പറഞ്ഞത് കേട്ടിട്ടാണോ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയ്ക്ക് മോളല്ലാതെ ആരാ ഉള്ളത്? അപ്പം മുത്തശ്ശി സച്ചിയങ്കളും കുഞ്ഞമ്മയൊക്കെ പറഞ്ഞത് കള്ളമാണെന്നാണോ അമ്മ പറയുന്നത്? മോളെ, അവര് നമ്മുടെ ആരുമല്ല. അമ്മ കള്ളം പറയുക. അപ്പ അതമ്മയുടെ അനിയത്തിയല്ലേ? അല്ലെങ്കിൽ എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യാൻ പറഞ്ഞപ്പോ അമ്മ എന്തിനാ കൈ മാറ്റിയത്? അത് പിന്നെ അതൊന്നും സത്യമല്ലെന്ന് അമ്മയ്ക്കറിയാലോ. അവരെല്ലാം കൂടി മോളെ അമ്മയിൽ നിന്ന് അകറ്റാനാ നോക്കുന്നേ. അവര് പറയുന്നൊന്നും മോള് വിശ്വസിക്കരുത്. അവരാരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആ മുത്തശ്ശിയെ പോലീസുകാർ എന്തിനാ പിടിച്ചോണ്ടുപോയേ? ആ മുത്തശ്ശി പറഞ്ഞതുപോലെ പഴങ്ങഞ്ഞിക്കടയിൽ വിഷം കടത്തിയത് അമ്മ പറഞ്ഞിട്ടാണോ? ഏയ് അല്ല മോളെ, വെറുതെ പറയുന്നതല്ലേ. അത് പിന്നെ അവരോരോന്ന് ചെയ്തതിന് അമ്മയാണോ ഉത്തരവാദി? അവരുടെ കടയിൽ ഭക്ഷ്യവിഷബാധയുണ്ടായി, ഒരാൾ മരിച്ചു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ അമ്മ എന്ത് തെറ്റാ ചെയ്തേ? അമ്മയോടുള്ള വിരോധം കൊണ്ട് അവര് മോളോട് ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതാ. മോൾ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ. അമ്മയുടെ പൊന്നു മോളല്ലേ, അമ്മ പറയുന്നൊന്ന് വിശ്വസിക്കേ. അപ്പൊ സത്യങ്ങൾ എന്ന് പറഞ്ഞതോ അവരെ ചതിച്ചെന്ന് സത്യാണോ? സത്യങ്ങളും അമ്മയും തമ്മിൽ എന്താ ബന്ധം? അതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടില്ല. പിന്നീട് അമ്മ ഇതൊക്കെ പറഞ്ഞുതരാം. പക്ഷെ ഒരു കാര്യം അമ്മ പറയാം. അമ്മയുടെ ജീവിതത്തിൽ ഒരു മോശം കാലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അമ്മയ്ക്ക് കടുപ്പത്തിൽ പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്റെ മോള് മനസ്സിലാക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ ജീവിക്കുന്നത് എന്റെ മോക്ക് വേണ്ടി മാത്രമാ. ഇല്ല, അമ്മ പറയുന്നൊക്കെ കള്ളാ. എനിക്ക് അമ്മയെ കാണുമ്പോ പേടിയാ. മോളെ, മോളെ, ഇനി ഞാൻ എന്ത് ചെയ്യും ദൈവമേ? ശത്രുക്കളെല്ലാം കൂടി ഒരുമിച്ച് കയറി വന്ന് എന്റെ മോളുടെ മനസ്സിൽ തീ കോരിയിട്ടിട്ടാണല്ലോ പോയത്. മോളെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഉടനെ എന്തേലും ചെയ്തേ പറ്റൂ.